നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് എറണാകുളത്തെ MG റോഡിലുള്ള ഓട്സ് ആൻഡ് എൻഡ്സിൻ്റെ ഉടമസ്ഥയായ തങ്കം ജോസഫ് ആണ്. മാഡത്തിന് ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം. നമസ്കാരം. മാഡം, ഈ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിലേക്ക് പ്രവേശിക്കാനുണ്ടായ കാരണം എന്താണ്? ഇത് ശരിക്കും അവിചാരിതമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. ഞാൻ 1988 ഈ സ്ഥലം ഞാൻ കോസ്റ്റ് അക്കൗണ്ടൻസിക്ക് പഠിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞേ ഉള്ളായിരുന്നു. എറണാകുളത്തോട്ട് താമസിച്ചപ്പോൾ അതിനൊരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ഓഫീസിൽ എന്നുള്ള നിലയ്ക്കാണ് ഇതിൻ്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ എടുത്ത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചപ്പോൾ ഞാൻ ശരിക്കും ഒരു ഡെസ്കിൻ്റെ പുറകിലിരുന്ന് ജോലി ചെയ്യുന്ന 1-2 ആൾക്കാരെ കണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല. ഞാൻ അങ്ങനെയല്ല വളർന്നിരിക്കുന്നതും. എന്നുവെച്ചാൽ എൻ്റെ പേരൻസ് ഞങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം തന്ന് ഞങ്ങളുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. സ്വാതന്ത്ര്യത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരാള്. സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ ആയിട്ടുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങിയിരുന്ന ഒരു ഡെസ്കിൻ്റെ പുറകിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടാണ് ഞാനിതൊരു അപ്പോൾ പിന്നെ ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയായി. അപ്പോൾ എനിക്ക് ബുക്സ് വളരെ ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ബുക്ക് ഷോപ്പ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ആക്ച്വലി ഒറിജിനലി കട തുടങ്ങിയത് താഴെ. അപ്പോൾ എനിക്ക് മദ്രാസിൽ എന്നൊരു വലിയ ബുക്ക് ഷോപ്പ്, ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഓണറിനെ എൻ്റെ സീനിയറായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പുള്ളിക്കാരത്തെ പോയി കണ്ടു. ഹേമു എന്നാണ് പേര്. പുള്ളി ഇവിടെ ഒരു സ്റ്റഡി പുള്ളി കേരളത്തിലൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഈ കേരളത്തിൽ നമുക്ക് ലിറ്ററസി ഒക്കെ ഒരുപാട് ഉണ്ടെങ്കിലും ഈ പുസ്തകം മേടിച്ച് വായിക്കുന്ന അല്ലെങ്കിൽ ഒരു പുസ്തകം ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് കുറവാണ് ഇവിടെ. അപ്പം ഇപ്പോഴും കുറവാണ്. അതിനൊരു പ്രാധാന്യം മദ്രാസിലെ കോയമ്പത്തൂരൊക്കെ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഒരു ബിസിനസ്സായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പുള്ളിക്കാരത്തി തന്നെ എന്നോട് സജസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ പക്ഷെ എന്നാൽ എനിക്ക് ബുക്സ് വിടണമെന്നും ഇല്ലായിരുന്നു. അങ്ങനെ ബുക്സും ഗിഫ്റ്റ്സും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ കട തുടങ്ങിയേക്കുന്നത്. ഇപ്പോഴും അതുകൊണ്ട് ഓട്സ് ആൻഡ് എൻഡ്സ് ഗിഫ്റ്റ്സ് ആൻഡ് ബുക്ക് ഷോപ്പ് എന്നാണ് ശരിക്കുള്ള പേര്. മാഡം, ഈ ഓട്സ് ആൻഡ് എൻഡ്സ് എന്ന പേര് മാഡം സെലക്ട് ചെയ്യാനുണ്ടായ കാരണം എന്താണ്? ഈ ഓട്സ് ആൻഡ് എൻഡ്സ് എന്ന് തന്നെ ഇടാനുള്ള കാരണം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഈവൻ എൻ്റെ ജേർണിയിൽ സ്ഥാപനം തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ജേർണിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പുതിയ സംഭവത്തിലോട്ട് പ്രവേശിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു പേരായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചാണ് ഈ ഓഡ്സ് ആൻഡ് എൻഡ്സ് അതും ഇതും എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ ഓഡ്സ് ആൻഡ് എൻഡ്സ് തുടങ്ങുന്നത്. അങ്ങനെ 88 ഞാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു, വർക്ക് റിലേറ്റഡ് ആയിട്ട്. മാഡത്തിന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? സ്വന്തം ബിസിനസ്സാണ്. അന്ന് ഒരു സിലിണ്ടർ ഫാക്ടറി റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ സിലിണ്ടേഴ്സിൻ്റെ LPG സിലിണ്ടറിൻ്റെ പ്രഷർ ടെസ്റ്റിംഗ് യൂണിറ്റാണ്. ആക്ച്വലി എൻ്റെ ട്രെയിനിങ് ഫുള്ള് ഞാൻ മാത്സാണ്. കോളേജിൽ മാത്സ് മെയിൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് അക്കൗണ്ടൻസിയാണ് പഠിച്ചത്. അതെ, കോസ്റ്റ് അക്കൗണ്ടൻസി ചാർട്ടേഡ് അക്കൗണ്ടൻസിക്കാണ് പോയത് പ്രൈസ് വാട്ടർ ഹൗസിൽ. അന്ന് ലേഡീസ് കുറവായിരുന്നു. മടിയുള്ള കൂട്ടത്തിലല്ല, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ അവർക്കൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അവരെൻ്റെ ഫാദറിനെ വിളിച്ചു പറഞ്ഞു വേറൊരു ലൈൻ ആലോചിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് പോലും പറയാതെയാണ് നേരെ പോയി കോസ്റ്റ് അക്കൗണ്ടൻസിക്ക് ചേർന്നത്. കാരണം എനിക്ക് വളരെ ഡിസപ്പോയിൻമെന്റ് ആയിപ്പോയി. ഈ മദ്രാസിലായിരുന്നു ഞാൻ എൻ്റെ കോളേജ് പഠിച്ചത്, മദ്രാസിലായിരുന്നു. സ്കൂൾ ഇവിടെ എറണാകുളത്ത് കളമശ്ശേരിയിൽ സെന്റ് ജോസഫ്സിലായിരുന്നു. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും യാതൊരു ട്രെയിനിങ്ങും ഇല്ല. പക്ഷേ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് തന്നെ തോന്നി എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഇങ്ങനെ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ കലാപരമായ ഒരു വാസന. അത് ചിലപ്പോൾ കൊച്ചിലെ എല്ലാവർക്കും ഉള്ളതായിരിക്കാം.
ഏതായാലും ഞാൻ ഈ ജേർണിയിൽ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അത് കൂടുതൽ എനിക്ക് തന്നെ തോന്നി തുടങ്ങിയത്. അങ്ങനെ ഈ ട്രാവൽ ചെയ്യുമ്പം ആക്ച്വലി ഒരു പുതിയ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഫാക്ടറി കണ്ടുപിടിക്കുക, അതൊക്കെ ഒത്തിരി ദൂരെയൊക്കെ പോയി അങ്ങനെയൊക്കെ കണ്ടുപിടിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്തതുകൊണ്ട് ഇപ്പൊ ഒരുമാതിരി ഉള്ള എന്ത് സാധനവും ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനം കണ്ടാലും എനിക്ക് ഏത് സ്ഥലത്തു നിന്നാന്ന് പറയാൻ പറ്റും. ഇത്രയും വർഷങ്ങളായ എക്സ്പീരിയൻസ് ആണ് അതിൽ കൂടി തെളിയുന്നത്. അതായത് ഇപ്പൊ പ്രോഡക്റ്റ് ഉണ്ട്, രാജസ്ഥാന്റെ ആണെങ്കിൽ രാജസ്ഥാൻ സ്റ്റേറ്റിലുള്ളതാണ്, അത് ഏത് സ്ഥലത്തുണ്ടാക്കുന്നതാന്ന് വരെ ഒരുമാതിരി പെട്ട സാധനങ്ങൾക്ക് കൂടുതൽ ഇന്ത്യക്കകത്തുള്ള. എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് നമ്മളിപ്പോ ഈ രാജ്യത്ത് ഉള്ള ആൾക്കാരാണല്ലോ കൂടുതലും, നമ്മുടെ രാജ്യത്തിന് ഉള്ള ഒരു പ്രൊമോഷൻ, എനിക്ക് അതിനോട് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ രാജ്യസ്നേഹിയും കൂടിയാണ് അങ്ങനെ പറയാം. അതിനേക്കാളിലൊക്കെ കൂടുതലായിട്ട് ഞാൻ ഈ ട്രാവൽ ചെയ്തപ്പോ ഇൻഫാക്ട് കുറെ സംഗതികൾ ഇവിടെ ആദ്യമായിട്ട് എനിക്ക് ആർക്കും അറിയത്തില്ലെങ്കിലും ലൈക്ക് ഈ ആർച്ചീസ് എന്ന് പറഞ്ഞ ഈ കമ്പനിയെ ഞാനാണ് ആദ്യം ഡൽഹിയിൽ പോയി കണ്ടുപിടിച്ച്. അവരൊരു കൊച്ചു ഷോപ്പായിരുന്നു ഡൽഹിയില്, ദരിയാഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അന്ന് ആദ്യമായിട്ട് അവരുടെ ഔട്ട്ലെറ്റ് എൻ്റെ കടയിലായിരുന്നു. അവരങ്ങനെ ദൂരോട്ടൊന്നും അയച്ചൊന്നും പോലും അവർക്കൊരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അത്രയ്ക്കും ചെറിയൊരു സ്ഥാപനമായിരുന്നു ഡൽഹിയിൽ. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എൻ്റെ ജേർണി. ഇങ്ങനെ പല സാധനങ്ങളും എനിക്ക് പഠിക്കാനും പറ്റി. എനിക്കിതിനെ കുറിച്ചൊന്നും വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി. അതിൻ്റെയൊക്കെ ഒറിജിനും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റി. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് താജ് മലബാറില് വെല്ലിംഗ്ടൺ ഐലൻഡില് അവർക്ക് ഈ 5 സ്റ്റാർ സ്റ്റാറ്റസ് അന്ന് കിട്ടണമെങ്കിൽ ഒരു ബുക്ക് ഷോപ്പ് വേണം. അതിന്റെ ഒരു ക്രൈറ്റീരിയയിൽ പെട്ടത് ആന്റിക് ഷോപ്പ് എന്നല്ല, അവർക്ക് ഒരു ബുക്ക് ഷോപ്പ് വേണമെന്നുള്ളത്. അവരുടെ ഗസ്റ്റിന് ഒരു ഷോപ്പ് വേണം. അപ്പൊ അവര് എങ്ങനെയോ കേട്ട് എന്റെ അടുത്ത് വന്നു. ഒരു 2 ദിവസത്തെ സമയം തന്നുള്ളൂ. അതിനകത്ത് വേണം. അപ്പൊ എനിക്ക് ഓൾറെഡി ഇവിടെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പബ്ലിഷേഴ്സുമായിട്ട് ഡയറക്റ്റ് ആണല്ലോ ബുക്ക് വരുത്തുന്നതൊക്കെ. അപ്പൊ അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. വിതിൻ 2 ഡേയ്സ്. എനിക്ക് ഈ ചാലഞ്ചസ് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ 2 ദിവസത്തിന് ഒരു സ്ഥാപനം തീർക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചാടി കയറി കേൾക്കും ചെയ്യാം. എങ്ങനെ ചെയ്യാൻ ഒക്കുമെന്നൊന്നും അപ്പൊ ആലോചിക്കത്തില്ല. അപ്പം 2 ദിവസത്തിനകം തുടങ്ങണമായിരുന്നു. കാരണം ഈ കമ്മിറ്റി ടാജിൽ വരുക ഈ റേറ്റ് ചെയ്യാനായിട്ട്. അതൊരു ഓൾ ഇന്ത്യ കമ്മിറ്റിയാണ്. 89-ല് ഞാൻ ഈ കട തുടങ്ങി 1 വർഷം ആകുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓവർനൈറ്റ് അവർക്ക് അവിടെ ഒരു മുറി പോലും ഇല്ലായിരുന്നു. അപ്പൊ അവരുടെ ഒരു പഴയ സ്റ്റോർ റൂമാണ് എനിക്ക് ബുക്ക് ഷോപ്പായിട്ട് തന്നത്. അതാക്കി മാറ്റാനായിട്ട് അവിടുത്തെ ഒരു പഴയ കാർപ്പറ്റും തന്നു. അങ്ങനെ ഓവർനൈറ്റ് ഞങ്ങൾ ഗ്ലാസ് ഒക്കെ ഷെൽഫൊക്കെ കട്ട് ചെയ്ത് ഒരു ബുക്ക് ഷോപ്പ് അവിടെ തുടങ്ങി. ആ കട എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതിന്റെ ലൊക്കേഷനൊക്കെ ഇപ്പം മാറി, അതിന്റെ മെയിൻ സ്ഥലത്തായി ഇപ്പം. അങ്ങനെ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. കാരണം എന്താ വെച്ചാൽ അവിടെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ഈ ഫോറിനേഴ്സ് വരുമായിരുന്നു അവിടെ. പക്ഷെ അതിനേക്കാളും വേറെ ഒരു ഔട്ട്ലുക്ക്, നമുക്കൊരു കുറച്ചും കൂടെ എക്സ്പോഷർ എന്ന് പറയാം, വ്യത്യസ്തമായ ഒരു വേറൊരു ലൈനിലോട്ട് നമുക്കൊരു ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയത്. അങ്ങനെ അന്നൊക്കെ വന്നോണ്ടിരുന്നൊക്കെ അമേരിക്കൻസും ഒക്കെ ഒരുപാട് ഗസ്റ്റ് വരുന്ന ടൈം. ഒത്തിരി കടകളൊന്നും ഇവിടെ ഇല്ല അന്ന്. അപ്പൊ അവര് വന്നാല് എപ്പോഴും എന്റെ കടയിൽ വന്നിരിക്കുക. എനിക്ക് അന്ന് തൊട്ടുള്ള എന്റെ മാനേജർ പുള്ളി ബുക്സിനൊക്കെ ഒരുപാട് വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. പുള്ളിയായിട്ട് സംസാരിച്ചിരിക്കാനായിട്ട് ആൾക്കാർ കടയിൽ വന്നിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒത്തിരി പേരുമായിട്ടും വലിയ കൂട്ടായി. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ ഞങ്ങൾ അവരുടെ പല ഹോട്ടലുകളിലോട്ടും മാറി ഇവിടെ റെസിഡൻസി തുടങ്ങി, താജ് റെസിഡൻസിയിൽ. അപ്പൊ കോയമ്പത്തൂര് അതിനിടയിൽ എൻ്റെ കോയമ്പത്തൂര് ഒരു ഫ്രണ്ട് എന്നോട് മലബാറിൽ വന്ന് പരിചയപ്പെട്ടത് എന്നോട് ചോദിച്ചു, നമുക്ക് കോയമ്പത്തൂര് ഒരു ആർട്സ് സെന്റർ പോലെ നമുക്ക് തുടങ്ങാനായിട്ട്. ആക്ച്വലി ഞങ്ങളൊരു കുറച്ച് ഹെഡായി പോയി ടൈമിന്റെ. ഞങ്ങൾ അവിടെ തുടങ്ങിയപ്പോൾ നല്ലൊരു വീട് എടുത്ത് അവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റിലാണ് തുടങ്ങിയത്. ഞാൻ അതിൻ്റെ ബുക്ക് ഷോപ്പും ഗിഫ്റ്റ്
ഷോപ്പും മാനേജ് ചെയ്യും. എൻ്റെ ഫ്രണ്ട് അവരുടെ പെയിൻറ്റിങ്സ് ഒക്കെ ഒരു ഗാലറി പോലെയായിരുന്നു. പിന്നെ ഞങ്ങളൊരു കൊച്ചു കാഫേ പ്ലാൻ ചെയ്തു, പിന്നെ ഒരു യോഗ സെൻറ്റർ, പിന്നെ ഒരു സെലിബ്രിറ്റീസ് വൺസ് എ മന്ത് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഡിസ്കഷനും കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം, അതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ എനിക്കൊന്ന് ഞങ്ങൾ ഇപ്പം അത് തുടങ്ങിയിരുന്നെങ്കിൽ കൾച്ചറൽ ഞങ്ങൾ 2 എണ്ണം ചെയ്തുള്ളൂ, അത്രയും അത് നടത്തിയുള്ളൂ. അതിനകത്ത് ഞങ്ങളുടെ ആ ഓണർ അത് വയബിൾ അല്ലാതെ വന്നു. കാരണം എന്താ വെച്ചാൽ ആ ഓണർ വലിയ റെന്റ് ചാർജ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ റെന്റിനെടുത്ത ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഞാൻ ഹോട്ടൽ റെസിഡൻസി എന്ന് പറഞ്ഞ് കോയമ്പത്തൂർ അവിടെയോട്ട് എൻ്റെ ഷോപ്പ് മാറ്റി, ഇത് വിടേണ്ടി വന്നു. പക്ഷെ അത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഈ ആർട്ട് സെൻറ്റർ ഇങ്ങനെ ബാക്കിൽ കിടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്ലോലി ഇവൻറ്റ്സിലോട്ട് കയറി. അതാ പറഞ്ഞ എനിക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട് ഒരുപാട് എനിക്ക് ഈ അന്നൊക്കെ മലയാള മനോരമയില് ഈ പ്രസിഡൻസും ഒക്കെ ഓരോരോ ഫംഗ്ഷനൊക്കെ വരാനുണ്ട്. അതും ഇതുപോലെ ആക്സിഡന്റലായിട്ട് എനിക്ക് ഫ്ലവർ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാൻ അറിയുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ശങ്കർ ദയാൽ ശർമ്മ പ്രസിഡന്റ് വന്നപ്പോൾ അവരെന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അതിന്റെ സ്റ്റേജ് ചെയ്തതും അങ്ങനത്തെ ഒരു പ്രോഗ്രാം അവിടെ എല്ലാം ചെയ്യാൻ തുടങ്ങി. ഇപ്പം ആക്ച്വലി എനിക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ ഇവിടെ സ്റ്റാഫ് അവർക്കെല്ലാവർക്കും നല്ലതായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യാൻ അറിയാം.